പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. മക്കളെ, ഇത് യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ തന്റെ പരിശുശ്രൂഷയിൽ താൻ ആരംഭിക്കുമ്പോൾ താൻ നേരിടുന്ന 3-ാമത്തെ പരീക്ഷയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു സ്നാനമേറ്റ ആത്മാവ് മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തി 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകനടുത്ത് വന്ന് ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അപ്പൊ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. രണ്ടാമത് ഹല്ലേലൂയ, വിശുദ്ധ മന്ദിരത്തിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. ഹല്ലേലൂയ, നിന്നെ കാക്കേണ്ടവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആ 2 പരീക്ഷയിലും യേശു വചനത്താൽ ജയിച്ചു. 3-ാമത്തെ പരീക്ഷയാണ് ലോകത്തിന്റെ സകല മഹത്വത്തെയും കാണിക്കുക. അതേപോലെ ഈ 3 പരീക്ഷകളും യേശു നേരിട്ടതിന്റെ കാരണം, യേശു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ഈ 3 പരീക്ഷകളെ നേരിട്ടപ്പോൾ ആ പരീക്ഷകളെ വചനം കൊണ്ട് ജയിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നാം വിശ്വാസ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ വിവിധ പരീക്ഷകൾ, പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. അവിടെ നമ്മൾ സാത്താൻ അടിയറ പറയാതെ നമ്മൾ ദൈവവചനത്താൽ യേശു സാത്താനെ തോൽപ്പിച്ചതുപോലെ നമ്മൾ ദൈവവചനം ഉരുവിട്ട് സാത്താനെ തോൽപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ 3-ാമത്തെ പരീക്ഷയായിരുന്നു തമ്മിൽ വലിയത് ലോകത്തിലെ സകല രാജ്യങ്ങളെയും ഹല്ലേലൂയ അധികാരം ക്രിസ്തുവിന് നൽകാമെന്ന് സാത്താൻ വാഗ്ദാനം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് സാത്താൻ അധികാരമുണ്ടെന്ന്, സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവായതുകൊണ്ടും സർവ്വലോകവും അവന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ടും അവൻ യേശുവിനോട് പറയാം, ഇതിനെല്ലാം അധികാരം എനിക്കുണ്ടെന്ന്. പ്രൈസലോ. നമ്മളിവിടെ ദൈവവചനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, നാം പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷയുടെ അനുഭവം പ്രാപിച്ച് വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന് വന്നുമുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. അവൻ നമുക്ക് മോഹങ്ങളും ആഗ്രഹങ്ങളും ജഡത്തിന്റെ ഇച്ഛകളൊക്കെ കൊണ്ടുവന്ന് നമ്മെ തകർക്കാനായിട്ട് വരുമ്പോൾ നാം അതിനകത്ത് വീണു പോകാതെ വചനം കൊണ്ട് സാത്താനെ ജയിക്കണം. ഹല്ലേലൂയ. യേശു ഇവിടെ വചനം കൊണ്ട് സാത്താനെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള സകല ദൈവജനത്തിനും അതൊരു മാതൃകയാണ്. കാരണം പിശാച് തന്ത്രശാലിയാണ്, അവൻ സൂത്രക്കാരനാണ്. നിങ്ങളെ ഏത് സമയത്തും അവൻ പാപത്തിൽ തള്ളിയിടും. അത് വരാതിരിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ പരീക്ഷകളെ ജയിക്കുന്നത്. കാരണം അതുകൊണ്ട് ഈ വാഗ്ദാനം യേശുവിന് വേണ്ടി നിറവേറ്റാൻ സാത്താന് ഒരു പ്രയാസവും ഇല്ല. യേശു ഐഹിക രാജാക്കന്മാരുടെ രാജാവായി തീരുകയും ചെയ്യുമെന്നാവും പറയുന്നത്. ഈ ലോകം മുഴുവനും നിഷ്പ്രയാസം നേടുകയും ചെയ്യുക. ഒരേ ഒരു നിബന്ധന മാത്രമാണ്, ഹല്ലേലൂയ, ദൈവത്തിന് പകരം സാത്താനെ ആരാധിക്കണമെന്നുള്ളത്. അതേ സ്നേഹിത, സാത്താൻ നിന്നെ കൊണ്ടുവന്ന് പല രീതിയിലും കുടുക്കി ദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായി പിശാചിനെ ആരാധിക്കാൻ അവൻ പ്രലോഭനങ്ങൾ തരുമ്പോൾ നീ സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. പലരും വീണുപോയത്, വീഴ്ച സംഭവിച്ചത് പിശാചിന്റെ തന്ത്രങ്ങൾ ജയിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട്. ഹല്ലേലൂയ. അഹങ്കാരത്തിലേക്കുള്ള പ്രലോഭനമാണ് ഈ 3-ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ 1 യോഹന്നാൻ 2:16 ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന പൊങ്ങച്ചം പറച്ചിൽ, ഹല്ലേലൂയ, ജീവനത്തിന്റെ പ്രതാപം എന്ന പ്രലോഭനം ഇതാണ്. അപ്പം ദൈവത്തെ പോലെയായി തീരുന്നതിൻ്റെയും ഹല്ലേലൂയ ജ്ഞാനം പ്രാപിക്കുന്നതിൻ്റെയും മോഹമാണ് ഉൽപ്പത്തി പുസ്തകം 3:6 പറയുന്ന പോലെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കാണിക്കുന്നത് ഒരു ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ദൈവവചനം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ സാത്താന്റെ തന്ത്രങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറ വീഴാൻ സാധ്യതയുണ്ട്. അവൻ വന്ന് പ്രലോഭനങ്ങൾ പറഞ്ഞ് നമ്മെ അവന്റെ വലയിൽ ചാടിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. അവൻ പരീക്ഷയുമായി കടന്നു വരുമ്പോൾ, പ്രലോഭനമായി കടന്നു വരുമ്പോൾ അവനെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന ആത്മാവിന്റെ കൃപ നിനക്ക് വേണം. ഹല്ലേലൂയ. 3-ാം പ്രാവശ്യവും യേശു ദൈവവചനം ഉപയോഗിച്ച് യേശു സാത്താന്റെ പരീക്ഷയെ അതിജീവിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് പകരം ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുവാൻ യഹൂദന്മാർ ഉണ്ടാക്കിയതിനെയാണ്
ഇത് സൂചിപ്പിക്കുന്നതെന്ന് ഇതിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, മറ്റൊന്നിനെയും പാടില്ല എന്ന് പുറപ്പാട് പുസ്തകം 20 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ സാത്താനെ അതിജീവിക്കുന്നതിലും പരീക്ഷയോട് എതിർത്ത് നിൽക്കുന്നതിലും ദൈവത്തിന്റെ വചനം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. പലരും വീണുപോയതിന്റെ കാരണം പരീക്ഷയെ അതിജീവിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ്. പലരും സാത്താന്റെ അടിമത്തത്തിൽ വീണ്, അവന്റെ മോഹന വാക്തത്വങ്ങളിൽ വീണ് പലരും ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശു പരീക്ഷകളെ ജയിച്ചതുപോലെ നാം കടന്നു വരുന്ന എല്ലാ പരീക്ഷകളും ജയിക്കുവാൻ ആത്മാവിന്റെ വാളായ ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ക്രിസ്ത്യാനിയുടെ ആയുധവർഗം എന്ന് പറയുന്നത് അത് സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ആത്മാവിന്റെ വാളാകുന്ന വചനമൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താൻ നമ്മുടെ അടുക്കത്ത് പോലുമില്ല. വചനം നഷ്ടപ്പെടുമ്പോഴാണ് പിശാച് കെണിയിലകത്ത് അകപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ട് വളരെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും പലതിനു വേണ്ടി നീ മുമ്പോട്ട് യാത്ര ചെയ്തു. ഇടയ്ക്ക് വന്ന പ്രലോഭനങ്ങൾ അതിനകത്ത് നിന്നെ കറക്കി നീ ദൈവകൃപ വിട്ടുപോയോ? ഇന്ന് നീ ആരെയാണ് നമസ്കരിക്കുന്നത്, ആരെയാണ് സേവിക്കുന്നത് എന്നൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കണം. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലെന്നോ. അവൻ നമ്മെ തോൽപ്പിക്കുവാൻ സകല കഴിവും അവൻ പ്രയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിശാചിനെ അടിയറ പറയരുത്. സാത്താനെ അതിജീവിക്കുന്നതിനും പരീക്ഷയോട് എതിർത്ത് നിൽക്കുന്നതിനും ദൈവത്തിന്റെ വചനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഹല്ലേലൂയ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയ്ക്ക് യേശു പറഞ്ഞതുപോലെ പറയണം, സാത്താനെ എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. അവിടെ അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സാത്താനെ എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. അവനെ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ഗുണപാഠമാണ്. ഹല്ലേലൂയ. ഈ സർവ്വലോകവും ദുഷ്ടന്റെ അധീനിൽ കിടക്കുമ്പോൾ നിന്നെ ദൈവകൃപയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ, ദൈവകൃപയിൽ നിന്നെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ സാത്താൻ പല തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. അതിനുശേഷം പിശാച് അവനെ വിട്ടുപോയി. എന്നാൽ എന്നേക്കുമായിട്ടല്ല. ലൂക്കോസ് 4:13 പറയുന്ന പോലെ പിശാച് കുറെ കാലത്തേക്ക് അവയെ വിട്ടുപോയെന്ന. ഹല്ലേലൂയ. സാത്താൻ ഗെത്സമന തോട്ടത്തിലും കാൽവരി ക്രൂശിലും യേശുവിനെ പരീക്ഷിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത, ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ, അവസാനത്തുള്ളി രക്തം വരുത്തുന്ന, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത, നമുക്ക് വേണ്ടി ആ ശാപം ഏറ്റെടുത്ത യേശു ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവൂ. പിശാചിന്റെ കെണിയിലും തന്ത്രങ്ങളിലും അകപ്പെട്ട് നീ ഒരിക്കലും വീണു പോകരുത്. ഹല്ലേലൂയ. പരീക്ഷകൻ ഏത് സമയം നമ്മുടെ കൂടെയുണ്ട്. പരീക്ഷകന്റെ തന്ത്രങ്ങളിലേക്ക് വീഴാതെ നീ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം. അത്യുന്നതന്റെ മറവിൽ വസിക്കണം. സർവശക്തന്റെ നിഴലിൽ പാർക്കണം. എങ്കിൽ മാത്രമേ സാത്താനെ ജയിക്കാൻ കഴിയുള്ളൂ. യേശു മനുഷ്യപുത്രൻ നിലയിൽ ഈ 3 പരീക്ഷകളെ അതിജീവിച്ചത് നമുക്കൊരു പാഠമാണ്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് എല്ലാ ജനത്തെയും സാത്താന്റെ പരീക്ഷകൾ വീണു പോകാതെ യേശു സാത്താനെ പരാജയപ്പെടുത്തുപോലെ ദൈവജനം ആത്മാവിന്റെ വാളാകുന്ന വചനത്തിൽ നിറയപ്പെട്ട് സാത്താന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കൃപ കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.